കീം 2024 കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള സെക്ഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ ഇഫ് എക്സ് ലെസ് ദാൻ 1, ബീറ്റ എക്സ് മൈനസ് 3 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. If f is continuous at x equal to 1, then find the value of alpha plus beta. Options ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ തന്നിരിക്കുകയാണ്, അത് കണ്ടിന്യൂസ് ആണ്, എക്സ് ഈക്വൽ ടു 1 കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് വാല്യൂ ആൽഫ ബീറ്റ ഈ രണ്ട് വാല്യൂസിന്റെ സം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ ആയിരിക്കണം. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്താ ഇവിടെ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ 1 ഡെഫിനിഷൻ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ. ഇറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് ആൽഫ. ദെൻ വാല്യൂ വിൽ ബി എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 മൈനസ് ആൽഫ എന്ന് വരും. So left hand derivative 1 minus alpha. Then right hand derivative in the limit x tends to 1 plus f of x. That is limit x tends to 1 plus, that is x greater than or equal to 1 function definition beta x minus 3 എന്നാണ്. Beta x minus 3. So ഇവിടെ ലിമിറ്റ് വാല്യൂ കൊടുത്താൽ x ന് 1 കൊടുത്താൽ beta minus 3. ഇപ്പോൾ ഡെഫിനിഷൻ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡെഫിനിഷൻ അനുസരിച്ച് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 1. സോ ഈ രണ്ട് വാല്യൂസ് എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1 അറ്റ് എക്സ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ ഈക്വൽ ടു ബീറ്റ മൈനസ് 3. ഓക്കെ, ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും, എൽ എച്ചിലും ആർ എച്ചിലും. ഇതാണ് എൽ എച്ച് എൽ, ഇത് ആർ എച്ച് എൽ. ഈ എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആയിരിക്കും കണ്ടിന്യൂസ് ആയ എക്സ് ഈക്വൽ ടു 1 കണ്ടിന്യൂസ് ആയ. സോ 1 മൈനസ് ആൽഫ ഈക്വൽ ടു ബീറ്റ മൈനസ് 3 എന്ന് വരും. ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ ഈ ആൽഫയെ റൈറ്റ് സൈഡിലേക്ക് എടുത്താൽ ഈ മൈനസ് 3 ലെഫ്റ്റിലേക്ക് എടുത്താൽ 1 പ്ലസ് 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ, ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ പ്ലസ് ആൽഫ. ദാറ്റ് ഈസ് ഒന്നുകൂടെ അറേഞ്ച് ചെയ്താൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 3 plus 1 4 കിട്ടും. സോ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 4 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. For 1 less than or equal to x less than infinity, let f of x equal to sin inverse of 1 by x plus cos inverse of 1 by x. Then f dash of x equal to. നമുക്ക് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? 1 less than or equal to x less than infinity, let f of x equal to ഇങ്ങനെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത് sin inverse of 1 by x plus cos inverse of 1 by x. അങ്ങനെയാണെങ്കിൽ f dash, അതായത് ഇതിൻ്റെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയേ, സൈൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 ബൈ എക്സ്. നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, സൈൻ ഇൻവേഴ്സ് ഓഫ് തീറ്റ പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് തീറ്റ, അതിൻ്റെ വാല്യൂ എന്താണെന്ന് പഠിച്ചിരിക്കുന്നത്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ പഠിച്ചിട്ടുണ്ടല്ലോ. വാല്യൂ ഇസ് പൈ ബൈ 2 അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു sin inverse of 1 by x plus cos inverse of 1 by x. ഇതാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. സോ തീറ്റയുടെ പ്ലേസിൽ 1 by x ആണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യാമല്ലോ എഫ് ഓഫ് എക്സിന്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് പൈ ബൈ 2, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് പൈ ബൈ 2. d by dx of pi by 2 വാല്യൂ എന്ത് വരും? പൈ ബൈ 2 is a constant value അല്ലെ. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും. സോ ആൻസർ ഈസ് 0. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഇ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ.